നിങ്ങൾ വേഗം പോയി കായ് കൊടുത്തിട്ട് വരും, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഗതി ഇടുമ്പോ നിങ്ങൾ ചോര വിറ്റ് വിൽക്കാറില്ലേ? അത് തന്നെ ഞങ്ങളിപ്പോ ചെയ്തേ. പക്ഷേ നമ്മൾ ഇനി കാണണ്ട, ഞങ്ങളെ വിട്ടൊരു ഹബീബ്. ഹബീബി കോഴിക്കോട്ട് അങ്ങാടി തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം വന്നാൽ മക്കൾ പറഞ്ഞോളി. കുറച്ച് ക്യാഷാ, 50,000 ഉണ്ട്. അമ്മ ഇത് വാങ്ങിച്ചോളൂ. ഈ ക്യാഷും കൂടി ആകുമ്പോ തികയില്ലേ? തികയും. നിങ്ങളെല്ലാരും വല്ലാതെ ബുദ്ധിമുട്ടിയില്ലേ? ഏട്ടന് ഭേദായ ഈ കാശ് തിരിച്ചു തന്നോളൂ. ഒരുപാട് ഫ്രണ്ട്സുള്ള ആളായിരുന്നു ഏട്ടൻ. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിപ്പോ ഞങ്ങൾക്ക് വലിയ സഹായമായി. താങ്ക് യു. നീ എന്തിനാ മോളെ അവരോട് അങ്ങനെ പറഞ്ഞത്? എല്ലാം കൂടി നുള്ളി പെറുക്കിട്ട് 25,000 ഒപ്പിക്കാനായുള്ളൂ. ബാക്കി എവിടെ നിന്നുണ്ടാക്കും? ഓക്കെ, ഞാനിപ്പോൾ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ് സർ, ഞാൻ ഇവിടുത്തെ കമ്പ്യൂട്ടർ മെയിൻ്റനൻസിന് വന്നതാണ്. പ്രിന്ററിന് എന്താ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. യെസ്, സിസ്റ്റം അവിടെ ഉണ്ട്. ഓക്കെ സർ. ക്യാരി ഓൺ. കാർ എടുക്കാൻ സാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ വെഹിക്കിൾ ലോൺ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഈ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയാണ്. അയ്യോ, ഇതിന് ലോൺ എന്ന് പറയാൻ പറ്റില്ല സർ. ഓൺലി 8%. FTക്ക് 9.5% ആണ്. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ മൂവ് ചെയ്തോളൂ. താങ്ക് യു സർ. ഏത് വണ്ടി എടുക്കാൻ പോകുന്നത്? BMW ലാൻഡ് ക്രൂസറോ? തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. ഞാൻ ഫോമുമായിട്ട് വീട്ടിലേക്ക് വരാം. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. മേ കമിൻ സർ? യെസ്, കമിൻ. നമസ്കാരം സർ. എന്താ? ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ വന്നാ സർ. എത്ര എമൗണ്ട്? 1,00,000. ഇത്തിരി അർജന്റ് ആണ് സർ. ഗോൾഡ് ഉണ്ടോ? എന്നാൽ പെട്ടെന്ന് ശരിയാക്കാം. ഇല്ല, പക്ഷേ വീടിന് ഡോക്യുമെന്റ്സ് ഉണ്ട് സർ. അപ്പം സമയമെടുക്കും. പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അസസ്മെന്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ 5-8 ഡോക്യുമെന്റ്സ് ശരിയാക്കണം. പിന്നെ ഹെഡ് ഓഫീസിലേക്ക് അയച്ച സാങ്ഷനായി വരുമ്പോഴേക്കും മിനിമം ഒരു 15 to 20 days എടുക്കും. സർ, ഏതെങ്കിലും സ്കീമിൽ പെടുത്തി ശരിയാക്കി തരണം സർ. ഏട്ടാ ഹോസ്പിറ്റലാ, ഓപ്പറേഷന് കാശ് തികയത്തോണ്ട. പ്ലീസ് സർ. കുട്ടി, ഗ്ലോബൽ റിസഷനിൽ ലോകത്തുള്ള സകല ബാങ്കുകൾ പൊളിഞ്ഞിട്ടും ഇന്ത്യയിലെ ബാങ്കുകൾ പൊളിയാതിരുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ബിക്കോസ് ഓഫ് സ്ട്രിഞ്ചന്റ് പോളിസീസ്. അവന്റെ അമ്മയുടെ പോളിസിയും കോപ്പും. മതിയായ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കാതിരുന്നുകൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. യു സി വി വേണ്ട സർ, ബാങ്കിന്റെ ഈ പോളിസിയൊക്കെ ഞങ്ങളെ പോലെ സാധാരണക്കാരോട് മാത്രമല്ലേ ഉള്ളൂ. ലോൺ വേണ്ടാത്തവർക്ക് നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. താങ്ക് യു സർ. ഇത്ര വേഗം ശരിയാക്കി? ശരിയായില്ല. ഈ ഗ്ലോബൽ റിസഷൻ കാരണം കുറച്ച് സമയം എടുക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. അരവിന്ദന്റെ പെങ്ങളല്ലേ? കാശ് തികയാത്ത കാര്യം ഇന്നലെ എന്താ പറയാഞ്ഞേ? അത് പിന്നെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഞങ്ങൾ ഈ പാടക്കപ്പെട്ടത്. ഏട്ടന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. അവരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നവരോട്, അതും പറ്റുന്ന രീതിയിൽ സഹായിച്ചവരോട് പറയാതെ എങ്ങനെ അറിയും? ഉദ്ദേശ കാര്യത്തിന് തികഞ്ഞില്ല പിന്നെ ആ കാശിന് വല്ല വില ഉണ്ടോ? സോറി, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇനി എത്ര കാശ് വേണോ ഓപ്പറേഷന്? പറഞ്ഞോളൂ. 1,00,000 രൂപയും കൂടി വേണമെന്നാ പറഞ്ഞത്. കുട്ടി ഇനി അതിനു വേണ്ടി അലഞ്ഞു നടക്കണ്ട. ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. കാശ് സംഘടിപ്പിച്ച് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല, ഇതാരാ? വിശാലയോ? ഹബീബ് കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ല. അത് ഞമ്മക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വിളിച്ചു നോക്കി. നിങ്ങളായിരുന്നാ? വിശാല, പിന്നെ കാണാം.
നമ്മളാകെ ബേജാറായി പോയി. ബേപ്പൂർ ശ്രീധരന്റെ ആൾക്കാരെന്നാ നമ്മൾ വിചാരിച്ചത്. ഓനൊരടി എനിക്ക് ഓങ്ങി വെച്ചിട്ട് കാലം കുറച്ചായി. അത് എപ്പോൾ കിട്ടിയെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇത് വല്ലാത്ത ചതിയായി പോയി. ഒരു അനുരാഗ വിലോചനമായ ഈവനിങ് അല്ലേ നിങ്ങൾ നശിപ്പിച്ചത്? അല്ല, ഇനി എന്നെ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ചോര കണ്ട കൊതി തീരാത്ത ചെകുത്താനാ താൻ. അതൊക്കെ പോട്ടെ, അന്ന് വലിയ വീരവാദം പറഞ്ഞു പോയ ആളല്ലേ, ഇപ്പൊ എന്തായി? ഞങ്ങൾക്ക് പെട്ടെന്ന് 1 ലക്ഷം രൂപ വേണം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഹബീബിക്കൊക്കെ നിങ്ങളങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ റാങ്ക് എടുത്ത സ്റ്റൈലും വീറും ഉഷിരും ഒക്കെ നിങ്ങൾ ഈ പണിക്ക് പറ്റിയ ആൾക്കാരാ. ചേച്ചി അവന്മാര് മിണ്ടാതിരുന്ന് പഠിക്കടി. ആ മക്കള് വേഗം പോയി റെഡിയാവും. വാടാ പോ, ഇന്നത്തെ ഷോ കഴിഞ്ഞു വാ. ആരാ? ഞമ്മളാ. ആ ഹബീബേ, ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വന്നു കരുതി. ഇവിടെ നടക്കണമെന്നും പിള്ളേര് കാണണ്ടെന്ന് വെച്ചിട്ടാ. അതേതായാലും നന്നായി. ഇവിടത്തെ കാര്യങ്ങൾ ഞാനും എന്റെ ചെക്കന്മാരും നോക്കിക്കൊള്ളാം. ഈ പ്രായമായ പെൺപിള്ളേർക്ക് സ്വൈര്യമായിട്ടിരുന്ന് പഠിക്കാൻ പോലും പറ്റണില്ല. വേറെ നിവൃത്തിയില്ലഞ്ഞിട്ടാ ഹബീബേ. നിങ്ങൾ ധൈര്യമായിട്ട് സിനിമയ്ക്ക് പൊയ്ക്കോളി. തിരിച്ചു വരുമ്പോ എല്ലാ ശല്യങ്ങളും ക്ലീൻ ആയിരിക്കും. സൂക്ഷിക്കണം, മുട്ടണത് ശ്രീധരന്റെ അളിയും വേലായുധനോടാ. ഓർമ്മ വേണം. നമസ്കാരം വേലായുധേട്ടാ. ഹബീബോ? 8 കട്ടന് 8 സിംഗിൾ ഓംപ്ലേറ്റും. ഉള്ള സ്ഥലത്തൊക്കെ കുത്തിരിക്കും. അന്നെ തീരെ കാണാനില്ലല്ലോ. ഈ ശ്രീധരനായിട്ട് പണങ്ങി നേട്ടല്ലോ. ശ്രീധരനേട്ടനായിട്ട് പണങ്ങിട്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ കട്ടയടിക്കും വേഗം. 8 സിംഗിൾ ഓംപ്ലേറ്റ് 8 കട്ടനും. വേലായുധ, ഇത് ഏതാണ് ഹബീബേ ഈ ഇറക്കുമതികള്? ഫുട്ബോൾ കളിക്കുന്ന ചെക്കന്മാരാ. ഒരു ടൂർണമെന്റ് കഴിഞ്ഞിട്ട് വരിക. നീയല്ലടാ അശോകനെ. വീണ്ടും വരി. പണ്ടാറടങ്ങാനായിട്ട് ഒന്ന് പതുക്കെ കുത്തിക്കെട്ടെ ഡോക്ടറെ. ആരവരാതിയുടെ മോനെ നാവടക്കി അനങ്ങാതെ കിടന്നോർന്ന് നീ. നിന്റെ ഗുണ്ടായസൊന്നും എന്റെ അടുത്ത് വേണ്ട. വേലായത് ഈ ഗുലാമിൽ വന്ന് നിന്നെ ഒന്നും ചികിത്സിക്കേണ്ട ഗതികേടൊന്നും ഈ ബാഹുലയൻ ഡോക്ടർക്കില്ല. ഓട്ട ഡോക്ടറെ, വിവരമില്ലാത്ത ചെക്കൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചാളി. നിനക്കൊക്കെ ചെല്ലും ചെലവും തന്ന് തീറ്റി പോറ്റുന്ന ശ്രീധരൻ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല. നാട്ടുകാരുടെ കയ്യും കാലും വെട്ടാൻ കരാറെടുക്കുന്നവന്മാർക്ക് നല്ല ചങ്കുറപ്പ് വേണം. ഓൻ തുടങ്ങിയതല്ലോ ഡോക്ടറെ. പണ്ട് 10-25 കൊല്ലം മുമ്പ്, അതായത് ശ്രീധരൻ ഈ പണിക്ക് ഇറങ്ങി തുടങ്ങിയ കാലത്ത്, ഒരു പാതിരാത്രി മേല് മുഴുവൻ വെട്ടുകൊണ്ട് ചോരയും മാർന്ന് എന്റെ ക്വാർട്ടേഴ്സിൽ കയറി വന്നു. ഇതുപോലെ 114 സ്റ്റിച്ചാ ഞാൻ അവന്റെ ഇറച്ചിമേ തുന്നിക്കെട്ടിയത്. ബോംബെയിൽ നിന്ന് കളി പഠിച്ചു വന്ന ഒരു ആലിക്കോയുടെ വകയായിരുന്നു കലാപരിപാടി. എന്നിട്ട് ആ മുറിവുകൾ പൂർണ്ണവരെ എന്നെ അനുസരിച്ച് എന്റെ ക്വാർട്ടേഴ്സിന്റെ ചായപ്പിൽ ഒതുങ്ങിക്കിടന്നു ശ്രീധരൻ. സ്റ്റിച്ച് എടുത്തതിന്റെ പിറ്റേ ദിവസം പാളയം മാർക്കറ്റിലെ ഏതോ കലിങ്കിന്റെ അടിയിൽ നിന്ന് ആലിക്കോയുടെ മയ്യത്ത് കിട്ടി.
പോസ്റ്റ്മോർട്ടം ചെയ്ത സബാസ്റ്റ്യൻ ഡോക്ടറെ ആലിക്കോയുടെ ദേഹത്ത് നിന്ന് കൃത്യം 114 മുറിവാ എണ്ണിയത്. ആ എന്നിട്ട് ആ ശ്രീധരൻ ഇത്ര പോകുന്നൊരു സൂചി കയറുമ്പോ തീട്ടവും മൂത്രവും ഒരുമിച്ച് പോകുന്ന പൊടിച്ചെറുക്കന്മാരെ കൂട്ടത്തിൽ കൂട്ടിയതായി എനിക്ക് അത്ഭുതം. ആ എത്തിയോ? എങ്ങനെയുണ്ട് ഡോക്ടറെ നമ്മുടെ ചെക്കന്മാരുടെ പരിക്ക്? പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നും. ഈ കോടതിയിൽ ഹാജരാക്കാൻ പോണ പ്രതികളെ പോലീസുകാർ കൈകാര്യം ചെയ്യണ പോലെ. പക്ഷെ എല്ലാറ്റിന്റെ ഉള്ളു കലക്കിയിട്ടുണ്ട്. ഞാൻ ചെല്ലട്ടെ, ആശുപത്രിയിൽ നല്ല തിരക്കുള്ള സമയം. നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. സോറി ഡോക്ടറെ, എന്റെ പിള്ളേർ അടികൊണ്ട് ആസ്പത്രി കിടന്ന അതെനിക്ക് കുറച്ചില്ല. അതുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അതൊന്നും സാറില്ല. പോട്ടെ. എവരെങ്കിലും ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റാ. എനിക്ക് പോട്ടെ. എടുത്ത് മാറ്റ്. ശ്രീധര, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, നീ അത് മറന്നോ? ആസ്പത്രിയുടെ പിന്നിലെ സ്ഥലത്തിന്റെ കാര്യമല്ലേ? ഡോക്ടർ ഒന്ന് ക്ഷമിക്കേ, വളഞ്ഞു പിടിച്ച് ഏൽപ്പിച്ചു തന്നേക്കാം. അത് മതി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ശ്രീധരേട്ടാ. മുമ്പ് ഒരിക്കൽ എന്റെ പെങ്ങടെ പറയെ നടന്ന ഒരുത്തനെ ഞാൻ എടുത്തിട്ടൊന്ന് പെരുമാറിയതാ. ആദ്യത്തെ അടി അതിന്റെ ബാക്കിയാണെന്നാ ഞാൻ കരുതിയത്. പിന്നെ ശ്രീധരേട്ടന്റെ അളിയും വേലായുധേട്ടന്റെ കട തല്ലി പൊളിച്ചപ്പോഴാ കളി വേറെയാണെന്ന് മനസ്സിലായത്. 2 കേസിൽ അവന്മാര് കാശ് വാങ്ങിയിട്ടുണ്ട്. അത് 2 നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ. കോഴിക്കോട്ടങ്ങാടി പങ്കിട്ടെടുക്കാൻ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ശ്രീധരേട്ടാ. കോഴിക്കോട്ടങ്ങാടി ഒരു നായിന്റെ പോലും ഭാഗം വെക്കില്ല. വാശിയും വൈരാഗ്യം ഒക്കെ കരളുറപ്പില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള. നീ ആ ഭാഷ സംസാരിക്കണ്ട. വഴി മുടക്കി ഒരു പുല്ല് മുളച്ച അത് കരിച്ചു കളയാൻ ഒരു പീരങ്കി പൊട്ടിച്ച് സംഭവം ആക്കേണ്ട കാര്യമില്ല. അല്ല, അത് കാലിന്റെ തള്ളവരിൽ വെച്ച് മെല്ലെ ഒന്ന് ഞെരിച്ചാ മതി. മനസ്സിലായോടാ?